ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കുറേ ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഇലക്ഷൻ്റെ അന്നത്തെ വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്ത കാരണം കൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ആക്കാൻ നേരം വൈകിയത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എനിക്കതാ വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോവുകയാണ്, ഇക്കാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ വോട്ട് കഴിഞ്ഞിട്ട് വേണം ഇക്കാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിറ്റേ ദിവസം ഇക്കാൻ അവിടുത്തെ നേർച്ചയും കൂടിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇക്ക അതൊക്കെ ഒരുക്കി എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ പിന്നെ ഇക്കാക്ക് പിന്നെ ഇതാണ് കേട്ടോ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിവിടെ രാവിലെ ഡ്രസ്സുകളൊക്കെ ഒതുക്കി കൊണ്ടുപോകാനുള്ളതൊക്കെ എടുക്കാം കേട്ടോ. മോന് നമ്മൾ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ഏതൊക്കെ എടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഭയങ്കര ഒരു ഇതാവുമല്ലോ. കാരണം മക്കളെയും കൊണ്ട് പോകണ അവസ്ഥ അറിയാം. അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ, ഏതൊക്കെ ഡ്രസ്സാണ് എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാനത് ഈ ഒരു കൊട്ടയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ നാലാളെയും കൂടി ഇതിലാക്കിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. കാരണം വേറെ കവറിലൊക്കെ ആക്കുമ്പോൾ 1-2 എടുക്കേണ്ടത്. ഇതിലാകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാ ഡ്രസ്സും എല്ലാം തന്നെ ആക്കുന്നത് കേട്ടോ, നല്ലതും വീട്ടിലിടുന്നതും ഒക്കെ. അപ്പോൾ മോനിതാ കൊണ്ടുവന്നിട്ട് ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അവന് രാവിലെ പിന്നെ കുറച്ച് നേരം അങ്ങനെ ഒറ്റയ്ക്ക് കിടന്നിട്ട് ഇങ്ങനെ കളിക്കും കേട്ടോ. കുറച്ച് നേരം കളിക്കും, പിന്നെയാണ് എടുക്കാനുള്ളൊരിതൊക്കെ കേട്ടോ. കുറേ നേരം അങ്ങനെ മിക്കവാറും കിടന്ന് കളിക്കാറുണ്ട് കേട്ടോ. നല്ല മൂഡിൽ എണീറ്റാൽ മാത്രം കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത മൂഡാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ മക്കളുടെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് മരുന്നുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എവിടെ പോകുമ്പോഴും കയ്യിൽ വയ്ക്കുന്നതാണ് വയറുവേദനയുടെ മരുന്ന്, പിന്നെ അതുപോലെ തന്നെ പനിയുടെ മരുന്ന്, പിന്നെ നാസൽ ഡ്രോപ്സ്, പിന്നെ അതുപോലെ തന്നെ വെടക്കിൻ്റെ നെയ്യ്, ഇതൊക്കെ ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. എന്നാലും ഞാൻ 2-3 ദിവസം നിന്നിട്ട് വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മരുന്നുകൾ, പിന്നെ നമ്മുടെ ബ്രസ്റ്റ് പമ്പ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പാലിങ്ങനെ ഫീഡിങ്ങിലാക്കിയിട്ട് ബോട്ടിലാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാനിങ്ങനെ ഒരു ബാഗിലാണ് കേട്ടോ വെക്കുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ബാഗാണ് കേട്ടോ. നല്ലൊരു ബാഗായിരുന്നു. ഞാൻ ഇതിപ്പോൾ വാങ്ങിയതാട്ടോ. അങ്ങനെ പോണ സമയമായപ്പോൾ വാങ്ങിയതാണ്. 207 രൂപയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിന് തന്നെ എനിക്ക് നല്ല ലാഭമായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കയ്യിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇക്കയാണെന്ന് രാവിലത്തെ കുക്കിങ് കേട്ടോ. റവ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. അവയ്ക്ക പാട്ടും പാടിയിട്ട് ഭയങ്കര ഇതിലാട്ടോ. മറ്റേ പിറ്റേ ദിവസം അവിടെ നേർച്ചയാണ്. അപ്പോൾ അതിൻ്റെ ആവേശമാണ് അവർക്ക് കേട്ടോ, ഞങ്ങളുടെ പുത്തിരിപ്പാടം പള്ളിയിലെ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ബിരിയാണി ഉണ്ടാക്കുക എല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കാം കേട്ടോ. കാരണം അമ്മാതിരി ഇളക്കലൊക്കെയാണ് ഇളക്കുന്നത് കേട്ടോ. അവരിങ്ങനെ പാട്ടൊക്കെ പാടി ഇതാക്കുകയാണ്. പിന്നെ നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇലക്ഷനൊക്കെ പോയി വോട്ടൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താത്താൻ്റെ മൂത്തമ്മോൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മൗലൂദൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ് ജുമാക്ക് കഴിഞ്ഞ് വന്നപ്പോൾ മൗലൂദൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ കൂടി ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാങ്ക് കൊടുത്ത് പെട്ടെന്ന് തന്നെ ജുമാക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ 1 മണിയൊക്കെ ആയപ്പോഴേക്കും ഉസ്താദന്മാരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള കാരണം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് വരണം എന്നുള്ളത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ആയിരുന്നു ഫുഡ്, അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. 2 മണി 2:30 ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്തേക്ക് പോകാണ്ട് പിന്നെ വെയിലിൻ്റെ ചൂട് അത്രയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പോണ വഴിയിൽ ഭയങ്കര റോഡ് അത്രയും മോശമായിരുന്നു കേട്ടോ. അത് കാരണം അങ്ങനെ കുത്തി കുലുങ്ങിയിട്ട് അങ്ങനെ പോണത് കേട്ടോ. അപ്പോൾ എൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ഇനി ഇക്കാക്ക അവിടെ പോയിട്ട് വേണം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം പോവാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ മൂത്താൾ ബാക്കിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അവന് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്, ഇതുണ്ടല്ലോ ഈ സമയം അങ്ങനെയാണല്ലോ. അപ്പോൾ അവൻ ബാക്കിൽ കിടന്ന് ഉറങ്ങുകയാണ്. മോന് ചെറുതെൻ്റെ മടിയിലിരിക്കുന്നുണ്ട്, അവനും ഉറക്കത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ പുത്തിരിപ്പാട് നേർച്ചയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ, സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ്. അങ്ങനെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇറക്കിയൊക്കെ വേഗം തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പുറം റോട്ടിൽ കൂടെ വരാൻ വിചാരിച്ചതാണ്. അപ്പോൾ ദിനം പോകാമെന്ന് പറഞ്ഞിട്ട് ദിനം വന്ന് എന്നെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് സാധനങ്ങളൊക്കെ വേഗം എടുത്ത് വെച്ചിട്ട് വേഗം തന്നെ പോവാണ്. ഇക്കാക്കിഞ്ഞ് വോട്ട് കഴിഞ്ഞിട്ട് വേണം മോൻ്റെ മുടി വെട്ടാനും ഇക്കാൻ്റെ മുടി വെട്ടാനൊക്കെ കേട്ടോ. മരുന്നൊന്നും ഇങ്ങോട്ട് തരാൻ സമയമില്ലാണ്ട് അവിടെ വെച്ചിട്ട് ഓടാൻ നിൽക്കാം കേട്ടോ. കാരണം അവിടെ പോയിട്ട് നേർച്ചയായ കാരണം കൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അകത്ത് വന്ന് മോൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ അങ്ങനെ കിടത്തിയിട്ട് അവന് വീട് മാറിയപ്പോൾ ഇങ്ങനെ നോക്കാം കേട്ടോ മൊത്തത്തിൽ
എല്ലാ പരിസരം അങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനെ എവിടെ പോയാലും അങ്ങനെ വീട് മാറിക്കഴിഞ്ഞാൽ അവൻ അങ്ങനെ നോക്കും കേട്ടോ. ആദ്യം ഫാന് നോക്കും, മറ്റവനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ആദ്യം ഫാന് നോക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴേക്കും ഉമ്മ ആ ചായയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചായ ഉമ്മാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ഇവിടെ വന്ന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഈ ചായ തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് കുടിക്കണം. അപ്പോൾ ഫാൻ്റെ തൊട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ, പുറത്തൊന്നും പോകാണ്ട് ചൂട് കാരണം കൊണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളിതാ മൂത്താളുടെ മുടി വെട്ടിക്കണം, സ്വത്തിൻ്റെ മുടി വെട്ടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇക്ക പിന്നെ രാത്രിയാണ് വെട്ടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെട്ടിയിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം പിന്നെ ഇക്കാക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്നും നാളെയൊന്നും പിന്നെ ഇക്കാനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമേ ഇല്ല, വീട്ടിലേക്ക് കയറേ ഇല്ല കേട്ടോ. കാണാൻ പോലും കിട്ടില്ല. അങ്ങനെയാണ് നേർച്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ. രാത്രി എപ്പോഴാണ് വരിക എപ്പോഴാണ് പോവുക എന്നൊന്നും അറിയില്ല. പിന്നെ ഉമ്മ എന്താ പച്ചക്കറി ഉള്ളി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂത്താളുടെ കാര്യമൊക്കെ പിന്നെ ഉമ്മ അങ്ങനെ നോക്കി. ഞാൻ പിന്നെ റെസ്റ്റ് ആവട്ടെ എനിക്ക്. അപ്പോൾ ഉപ്പ ഓരോന്നും പറഞ്ഞിട്ട് ചോറൊക്കെ ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട്. മറ്റാളിങ്ങനെ ഉറങ്ങാനുള്ള ഒരു ഉറക്കത്തിനുള്ളൊരു ഇതിലാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം എടുത്ത് വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം അതിന് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. നേരത്തെ ഇതൊക്കെ കാരണം കൊണ്ട് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 7:30 8 മണിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ എണീറ്റ് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെയിലിതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇക്ക എപ്പോഴാണ് വന്ന് എപ്പോഴാണ് പോയി ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും രാത്രി വന്നിട്ടുണ്ടായിരുന്നു, എപ്പോഴോ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റപ്പോൾ പോയി തോന്നുന്നുണ്ട്. ഉമ്മ അതാ അവിടെ പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലത്തെ തന്നെ സ്പെഷ്യൽ പത്തിരിയാണ് കേട്ടോ. എന്തോ കറി ആയിട്ടുണ്ട്. വെളിച്ചം കുറവായ കാരണം കൊണ്ട് ഇവിടേക്ക് നല്ലോണം അങ്ങനെ ഇതായിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുള്ളായിട്ടുള്ള വീഡിയോ പിറ്റേ ദിവസം എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, തിരക്കായ കാരണം കൊണ്ട്. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്ത് നേർച്ചയ്ക്ക് പോവാണ് കേട്ടോ. ഇക്കാനെ കിട്ടിയില്ല നേർച്ചയ്ക്ക് കൊണ്ടുപോകാനൊന്നും. ഇക്ക വന്നു, ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ടേ ബാൻഡുകാർക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ കഴിച്ചു പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നേർച്ചയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പോയിട്ടോ. മോനെയും കൊണ്ട് മൂത്താളെ കൊണ്ട് അനിയനും പോയി. അങ്ങനെ പോയിട്ട് അവനൊക്കെ കോസ്റ്റ്യൂം ഉണ്ട്. പക്ഷെ അവന് അധികം നേർച്ചയിലും നിന്നില്ല. ഇപ്രാവശ്യം എനിക്കും വലിയ ഇതുണ്ടായിരുന്നില്ല കേട്ടോ. മക്കളെയും കൊണ്ട് അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പുലർച്ചെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും പുലർച്ചെ പോകാറില്ല, ഇപ്രാവശ്യം പുലർച്ചെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഇതില്ലല്ലോ. അപ്പോൾ അത് കാരണം രാത്രി അങ്ങനെ പോയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ടീമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം, ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ കേട്ടോ. അപ്പോൾ ബാൻഡ് ഇതൊക്കെ ആയിട്ട് ഇവിടുന്ന് കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ട് പിന്നെ കുറച്ച് നേരം അപ്പുറത്തോട്ട് പോയിട്ട് നിന്ന് കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. 8 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്താണ് കേട്ടോ ചെയ്തത്. കാരണം അധികം നേരം നിൽക്കാൻ എനിക്കൊരു മൂടുണ്ടായിരുന്നില്ല. പിന്നെ ഇക്കാനെ വിളിച്ചിട്ട് കാര്യമില്ല. ഇക്ക ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വിളിക്കണ്ട, വിളിച്ചാൽ കിട്ടില്ല വരില്ല എന്നുള്ളത്. പിന്നെ നമ്മളായിട്ട് പിന്നെ വിളിച്ചിട്ട് നമ്മളെ കാണാൻ വലിയ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ എന്താക്കില്ല. പിന്നെ മോന് കളിപ്പാട്ടം വേണം പറഞ്ഞപ്പോൾ ഞാനും കൂടെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അവിടെ സെൻറ്ററിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നേർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വന്നുകൊണ്ടും പോയി കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഡ്രസ്സ്. ഇതിൻ്റെ മുകളിൽ ഒരു മറ്റേ ഷർട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുത്താനും അരിക്കാനും ഇതിനൊക്കെ തുടങ്ങിയിട്ട് കുപ്പായൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ. വെറുതെ പൈസ പോയി. കാരണം പിന്നെ ആ ഡ്രസ്സ് ഇടാനും പറ്റിയിട്ടില്ല, ഇടും ചെയ്തിട്ടില്ല കേട്ടോ. ഇടാനും പറ്റില്ല ഒന്നിനും. അങ്ങനെ ആയിപ്പോയി. പിന്നെ അത് രാത്രി വന്ന് ഇവനോട് കിടത്തിയപ്പോൾ അവൻ്റെ കളിപ്പാട്ടമൊക്കെ കണ്ടിട്ട് അവനിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.